പാകിസ്ഥാനെതിരായ ആക്രമണത്തിൽ ഇന്ത്യക്ക് കടുത്ത പിന്തുണയുമായി വീണ്ടും ഇസ്രായേൽ. ഏതറ്റം വരെയും ഇന്ത്യക്ക് പോകാമെന്നും ഇന്ത്യക്കൊപ്പം ഇസ്രായേൽ എന്ന രാജ്യമുണ്ടെന്നുമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നയതന്ത്ര പ്രതിനിധി ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഇസ്രായേൽ കോൺസൽ ജനറലാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണകൂടം ഇന്ത്യക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയെ ആദ്യം ദുഃഖം അറിയിച്ച, പിന്തുണ അറിയിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. പിന്തുണ അറിയിച്ചു എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് 2 തവണ പറന്നിറങ്ങുകയും ചെയ്തു. ഇന്ത്യക്ക് പരിപൂർണമായ സൈനിക പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ആ രാജ്യം ഒരിക്കൽ കൂടി അവരുടെ കടമ നിർവഹിച്ചിരിക്കുന്നു. നമുക്കറിയാം, 2023 ഒക്ടോബർ മാസം 7 ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയിൽ നടന്നതിന് സമാനമായ, കുറച്ചുകൂടി ക്രൂരമായ ഒരു ഭീകരാക്രമണത്തിനാണ് 2023 ഒക്ടോബർ മാസം 7 വേദിയായത്. ഗാസയിൽ നിന്ന് ഹമാസിന്റെ ഭീകരന്മാർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുന്നു. രാത്രിയുടെ മറവിൽ ഇസ്രായേലിലേക്ക് എത്തിയ ഭീകരന്മാർ ഉറങ്ങിക്കിടന്ന സാധാരണക്കാരായ ഇസ്രായേൽ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ചുട്ടുകൊല്ലുന്നു. നോറ സംഗീത നിശയ്ക്കിടയിൽ ആഹ്ലാദ നൃത്തം ചവിട്ടി ഗാനം ആലപിച്ചുകൊണ്ടിരുന്ന, ആഘോഷിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാർക്ക് നേരെ തലങ്ങും വിലങ്ങും വെടിയുതിർക്കുന്നു. അങ്ങനെ 1500-ലധികം പേരെ അവർ ദാരുണമായി കൊലപ്പെടുത്തി. 250ഓളം പേരെ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. അവരിൽ നിരവധി പേരെ പിന്നീട് അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. അപ്പോൾ ആ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെ ഏറ്റവും ആദ്യം പിന്തുണ അറിയിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ടെലിഫോണിൽ വിളിച്ചു, പരിപൂർണമായ പിന്തുണ അറിയിച്ചു. ഏതു സാഹചര്യത്തിലും ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് രംഗത്ത് വന്നത്. ഇപ്പോൾ ഇതാ അതിനുശേഷം ഇന്ത്യക്കൊരാപത്തുണ്ടായപ്പോൾ, ഇന്ത്യക്കൊരു കഷ്ടകാലം ഉണ്ടായപ്പോൾ ഇസ്രായേൽ അതീവ ശക്തമായി ഇന്ത്യ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് തൻ്റെ അനുശോചനം അറിയിച്ചിരിക്കുന്നു, പിന്തുണ അറിയിച്ചിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ഒരിക്കൽ കൂടി ഇസ്രായേലിൻ്റെ നയതന്ത്ര പ്രതിനിധി ഇന്ത്യക്ക് പരിപൂർണമായ പിന്തുണയെന്ന് വ്യക്തമായിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഹമാസിന്റെ സാന്നിധ്യമുണ്ടോ എന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. ഇസ്രായേലാണ് ഇക്കാര്യത്തിലെ ഒരു സന്ദേശം ഇന്ത്യക്ക് കൈമാറിയത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ അതീവ രഹസ്യ സന്ദേശം ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, പാക് അധീന കാശ്മീരിൽ ഹമാസിന്റെ സാന്നിധ്യം ഇപ്പോഴുമുണ്ട്. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള ഭീകര സംഘടനകൾ ഹമാസിന്റെ ഭീകരന്മാരെ ക്ഷണിച്ചു വരുത്തി ഒളിത്താവളം ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് ഹമാസിന്റെ സഹായം പാകിസ്ഥാൻ ഭീകരന്മാർ തേടിയിരിക്കുന്നു. ഇതാണ് ഇസ്രായേലി സേന ഇന്ത്യക്ക് നൽകിയ രഹസ്യ സന്ദേശം. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ ഇന്ത്യ സൈനിക വിന്യാസം നടത്തിയിരുന്നു, ജാഗ്രത നിർദ്ദേശം നടത്തിയിരുന്നു. എന്നാൽ അവിചാരിതമായി പാകിസ്ഥാൻ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് എത്തുകയും അതിർത്തി കടന്നെത്തുകയും പഹൽഗാമിൽ 26 സാധാരണക്കാരുടെ ജീവനെടുക്കുകയും ചെയ്തു. അതിനുള്ള തിരിച്ചടി ഇന്ത്യ ഉറപ്പായി നൽകുക തന്നെ ചെയ്യും. അതേസമയം ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഇന്ത്യക്ക് അതിശക്തമായ പിന്തുണ നൽകിയിരിക്കുന്നു. കാരണം ഒരു ഭീകരാക്രമണത്തിന്റെ തീവ്രത, അതുണ്ടാക്കുന്ന നടുക്കം, അതുണ്ടാക്കുന്ന രാജ്യത്തുണ്ടാക്കുന്ന വേദന എന്താണെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അതെന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്ക് പരിപൂർണമായ പിന്തുണ ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ സൈനിക ശക്തിയെക്കുറിച്ച് നമുക്കറിയാം. ഇസ്രായേൽ ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു സൈനിക സംവിധാനമാണ്. സ്വയം തീയിൽ കുരുത്തു വന്ന രാജ്യമാണ്. ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാരോട്, ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളോട് ഒക്കെ ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്ന ഒരു രാജ്യം ചുറ്റുമുള്ള 4 രാജ്യങ്ങളോട്, 4 ഭീകര സംഘടനകളോട് ഒരേ സമയം യുദ്ധം ചെയ്യുന്നു. ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നു, ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു, ഹൂതികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു, ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നു, സിറിയയിലെ ഭീകര സംഘടനകൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഒരു രാജ്യം, വളരെ ചെറിയ രാജ്യം, ആ രാജ്യം അതിൻ്റെ ആർജവം കൊണ്ട്, അതിൻ്റെ സൈനിക കരുത്തുകൊണ്ട്, അതിൻ്റെ ശക്തമായിട്ടുള്ള ആഭ്യന്തര ഊർജം കൊണ്ട് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാരെ നിലയ്ക്ക് നിർത്തുകയാണ്. ആ രാജ്യത്തിന് അമേരിക്ക പിന്തുണ നൽകുന്നു, ആ രാജ്യത്തിന് ഇന്ത്യ പിന്തുണയ്ക്കുന്നു. ആ രാജ്യമാണിപ്പോൾ ഒരാപത്ത് ഘട്ടത്തിൽ ഇന്ത്യക്ക് സൈനിക പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നിഷ്പ്രഭമായി തീർക്കാൻ, നിഷ്പ്രയാസമായി തീർക്കാൻ ഇന്ത്യക്ക് മറ്റാരുടെയും പിന്തുണ ആവശ്യമില്ല. ഇസ്രായേലിന്റെ സൈനിക കരുത്ത് അവരുടെ വ്യോമസേനയാണ്.
ആധുനികമായ സൈനിക ഉപകരണങ്ങളാണ്, ഏറ്റവും ആധുനികമായ പ്രതിരോധ സംവിധാനമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പേരുകെട്ട ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. അയൺ ഡോമാണ് ഇസ്രായേലിനെ അതിൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ഹൂതികൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തൊടുത്തുവിട്ടത് 22 സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ്, ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ആ ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തന്നെ ഇസ്രായേലിനുള്ളിൽ പതിച്ചാൽ 10,000-ങ്ങളായിരിക്കും മരിച്ചു വീഴുക. ആ 22 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളെയും തങ്ങളുടെ ആകാശ പരിധിയിൽ, തങ്ങളുടെ വ്യോമ പരിധിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം പ്രതിരോധിച്ച് തരിപ്പണമാക്കി തകർത്തുവിട്ടു. അത്രയും കരുത്താണ് ആ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾക്ക്. അങ്ങനെ 22 ബാലിസ്റ്റിക് മിസൈലുകളെയും ഇസ്രായേൽ തകർത്തു. അതിനുശേഷം ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പിന്തുണ എന്നുള്ളത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ്. പാകിസ്ഥാനെ ചൈന പിന്തുണയ്ക്കുമെന്നുള്ള ഊഹാപോഹങ്ങളൊക്കെ പുറമേ കേൾക്കുന്നു. എന്നാൽ ചൈന നേരിട്ട് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തില്ല എന്ന് ചൈന തന്നെ അറിയിച്ചിരിക്കുന്നു. തുർക്കി പാകിസ്ഥാനെ സഹായിക്കുമെന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ തുർക്കിയുടെ പ്രസിഡന്റ് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇക്കാര്യം വ്യക്തമാക്കി. തുർക്കി പാകിസ്ഥാനെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല, പാകിസ്ഥാനിൽ സൈനിക നീക്കം നടത്തിയിട്ടില്ല. ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി വിമാനം പാകിസ്ഥാനിലൊന്ന് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. അവിടെയും തുർക്കി ഭയന്നു. ഇന്ത്യയുടെ ശത്രുവാകുന്നത് എന്തിന്? ഇന്ത്യയെ ശത്രുവാക്കിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അതിനെക്കുറിച്ച് തുർക്കിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോഴൊക്കെ വളരെ കൃത്യമായി തങ്ങളുടെ നിലപാട് തുർക്കി ആവർത്തിച്ച് രാജ്യാന്തര തലത്തിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യം മാത്രമല്ല, അമേരിക്ക, ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ പിന്തുണയുമായുണ്ട്. അതേസമയം ഇന്ത്യ ആകട്ടെ തന്ത്രപരമായ രീതിയിലുള്ള നീക്കമാണ് പാകിസ്ഥാനിൽ നടത്തുന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ട് കയറി അടിക്കുകയല്ല, മറിച്ച് പാകിസ്ഥാനെ നാലുപാടിൽ നിന്നും തളർത്തുന്നു. പാകിസ്ഥാനെ പിച്ചച്ചെട്ടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലേക്ക് വൻതോതിൽ വെള്ളമൊഴുക്കി വിടുന്നു. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നിഷേധിക്കുന്നു. ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളെ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുന്നു. നാലുപാടിൽ നിന്ന് പല രീതികളിൽ പാകിസ്ഥാനെ അടപടലം പൂട്ടുകയാണ് ഇന്ത്യ. പാകിസ്ഥാനിൽ വൻ പൊട്ടിത്തെറികൾ ആരംഭിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തെ കൊന്നൊടുക്കുന്നു. താലിബാൻ സേന മറുഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്തുകയാണ് ഇന്ത്യൻ സേന ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.